ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഓർഗൻഡി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ജൂട്ട് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് ഒരു ക്യാരി ബാഗിൽ നിന്ന് ഞാൻ എടുത്തതാണ് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ക്യാരി ബാഗ് വേണം, അതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള ക്രാഫ്റ്റ് വയേഴ്സ് വേണം, നൂല് വേണം, അതുപോലെ തന്നെ ഗ്രീൻ ടേപ്പും സിസേഴ്സും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള പെറ്റൽസ് ഇതുപോലെ സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ആ ഒരു പെറ്റൽ എടുത്തിട്ട് അതിൻ്റെ കോർണേഴ്സ്, രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ ഇങ്ങനെ സെൻറ്ററിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ഒന്നും കൂടെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഷേപ്പിലുള്ളൊരു ഇത് കിട്ടും. അതിൻ്റെ ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോർണേഴ്സ് രണ്ടും കൂടെ നമ്മൾ അകത്തേക്കൊന്ന് ഇതുപോലെ ചുരുട്ടിയെടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ വളഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ ഈ ഒരു ടിപ്പ് പോർഷൻ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പെറ്റൽസ് റെഡിയാക്കി എടുക്കുക. ഞാൻ കുറച്ചേറെ പെറ്റൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് വെയറിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടിപ്പ് മാത്രം നമ്മളൊന്ന് വളച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പെറ്റൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഏകദേശം സെൻറ്റർ പോർഷനിൽ നിന്ന് അതൊന്ന് കൊളുത്തിയെടുക്കണം. അത് കൊളുത്തി വെച്ച ശേഷം നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അത് റോൾ ചെയ്തുകൊണ്ട് വരണം. റോൾ ചെയ്തിട്ട് നമുക്ക് നൂല് വെച്ചതൊന്ന് ടൈ ചെയ്ത് വെക്കാം. നല്ല ടൈറ്റായിട്ട് ടൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പെറ്റൽ അതിൽ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റൽസായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നൂല് ചുറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. നോർമൽ ഒരു ഫ്ലവറിന് നമുക്ക് 5 to 6 പെറ്റൽസാണ് ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് വേണ്ട ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കതിൻ്റെ നമ്പർ ഓഫ് പെറ്റൽസ് കൂട്ടി കൊണ്ടുവരാം. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. സോ ഞാനൊരു 6 പെറ്റൽസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് മുഴുവൻ റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഫുൾ നന്നായിട്ട് അവസാനത്തെ ഒരു ലെയർ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം നമ്മൾ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു ഫ്ലവറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തണ്ടിലും അതുപോലെ തന്നെ ആ ഒരു ജോയിൻറ്റ്സ്, ആ ഒരു തുണികളുടെ ആ ജോയിൻറ്റ്സിൻ്റെ ഏരിയയിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കണം. അതിനായിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പ് പോർഷൻ ആ ഒരു ക്ലോത്ത് ഏരിയയിൽ തൊട്ട് അത് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ആ ഒരു തണ്ടയിൽ ഫുള്ള് ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വരും. നമുക്കിനി ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചുറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സും ബഡ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സിംഗിൾ പെറ്റൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ 2 പെറ്റൽസ് യൂസ് ചെയ്താണ് ഈ ചെറിയൊരു പൂ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്പർ ഓഫ് പെറ്റൽസിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സൈസിനും നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. ഇത് ഞാൻ അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നെങ്കിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ലീവ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലവർ എല്ലാം അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു കട്ടിയുള്ള കമ്പി എടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പിയിൽ ഞാൻ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്തെടുത്ത് ഒരു 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാക്കി ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഫ്ലവേഴ്സിലേക്ക് ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബ്രാഞ്ചസിലൂടെ നമുക്ക് ഈ ഫ്ലവേഴ്സ് ഫുൾ അറേഞ്ച് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ലീവ്സ് ഫുള്ള് നമ്മുടെ ഫ്ലവേഴ്സിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് പെയറായിട്ടുള്ള ലീവ്സ് ഉണ്ടെങ്കിൽ അവിടെ ആ ചെറിയൊരു സ്പ്ലിറ്റ് വഴി നമുക്ക് പൂവിൻ്റെ തണ്ടിൻ്റെ ആ ഒരു കമ്പി അതിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു ലീവ്സ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു സിംഗിൾ പീസാണ് ലീഫ് വരുന്നതെങ്കിൽ നമുക്കതിലേക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിലും ഞാൻ ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ഫ്ലവേഴ്സിന് ലൈറ്റ് കളറും വലിയ ഫ്ലവേഴ്സിന് ഡാർക്ക് കളറുമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കമ്പിയിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ നമുക്ക് ഈ ഒരു ബഡ് വരുന്ന ആ ഒരു പോർഷൻ നമുക്ക് അതിൻ്റെ ടിപ്പിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ താഴെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കമ്പിയിൽ നമുക്ക് ചുറ്റിയെടുക്കണം. നമ്മൾ ആ പൂ ചുറ്റുന്ന ആ ഒരു കമ്പി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അത് ഹൈഡ് ചെയ്യുകയും ചെയ്യാം.
അങ്ങനെ ഞാൻ എൻ്റെ ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം അതിൽ ചുറ്റിയെടുത്തു. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ടിപ്പ് ഭാഗത്ത്, അറ്റ് ഭാഗത്ത് ചെറിയൊരു വുഡിൻ്റെ പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റിൽ ആ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാസ്ക്കറ്റിന് വെയിറ്റ് കുറവായതുകൊണ്ട് ഈ ഒരു തടിയുടെ ആ ഒരു വെയിറ്റ് കൊണ്ട് അതത് സ്റ്റേബിളായിട്ട് നിന്നോളും. ഇതപ്പോൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതുപോലെ കളേർഡ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബായ്.